കുട്ടികളുടെ ഒരു ലോകം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, എന്നെ സന്തോഷിപ്പിക്കുന്നത് ആണ് എന്ന് ഞാൻ പറഞ്ഞോളൂ. ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ മുഖം ആരുടേത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കുഞ്ഞുങ്ങളുടെ മുഖമാണ്. കുഞ്ഞുങ്ങളുടെ മുഖമാണ് ഏറ്റവും ആഹ്ലാദം പകരുന്നത്, സന്തോഷം പകരുന്നത്. എന്താ കാര്യം? അത് നിഷ്കളങ്കം ആണ്. അത് നിഷ്കളങ്കമാണ്, കളങ്കമില്ലാത്തതാണ്. പിന്നെ അതുപോലെ വേറൊന്നുണ്ട് ഈ ഭൂമിയിലെങ്കിൽ അത് അമ്മയുടെ സ്നേഹമാണ്. ദ മദർ ആൻഡ് ദി ചൈൽഡ് എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും വിലപ്പെട്ട ബന്ധമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം ഓർമ്മിക്കാം. ഇവിടെ എന്നോട് സംസാരിക്കാൻ പറഞ്ഞപ്പോ എന്താ ഒരു വിഷയം എന്നാലോചിച്ചു. ഞാൻ വളരെ കൃത്യമായി നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം കലയും സംസ്കാരവും എന്നത് ആണ്. ദി ആർട്ട് ആൻഡ് ദി കൾച്ചർ. ഞാൻ വളരെ പ്രസംഗ ശൈലിയിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സൂക്ഷ്മമായി വിശദീകരിച്ച് പറയാൻ ശ്രമിക്കാം. ദി ആർട്ട് ആൻഡ് ദി ബ്യൂട്ടി, അല്ലെങ്കിൽ ദി ആർട്ട് ആൻഡ് ദി കൾച്ചർ. പിന്നീട് ഞാൻ ബ്യൂട്ടിയിലേക്ക് വരാം. ദി ആർട്ട് ആൻഡ് ദി കൾച്ചർ. എന്താ ആർട്ട് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പദമാണ് ആർട്ട്. ആർട്ടിന്റെ ക്ലാസ് ആണ് എന്ന് പറയും. അല്ലെങ്കിൽ ഒരു വസ്തുവിനെ എടുത്തിട്ട് ഇറ്റ് ഈസ് വെരി ആർട്ടിസ്റ്റിക് എന്ന് നാം പറയും. വളരെ കലാത്മകമാണ്. എന്താ കലാത്മകം എന്ന് പറഞ്ഞാൽ? കലയെ നമ്മൾ എങ്ങനെയാണ് നിർവചിക്കുന്നത്? എന്ന് പറയും എ തിങ് ഓഫ് ബ്യൂട്ടി. ഒരു സുന്ദരമായ വസ്തു അത് കലാപരമാണ് എന്ന് നമ്മൾ പറയും. ഒരു കവിത നമ്മൾ വായിക്കുന്നു, നമ്മുടെ ഹൃദയത്തെ അത് സ്വാധീനിക്കുന്നു. ആ സ്വാധീനം നിശ്ചയമായിട്ടും നമുക്ക് ആഹ്ലാദം ജനിപ്പിക്കുന്നതാണ്. ഒരു സുന്ദരമായ വസ്തു അതിന്റെ ദർശനത്തിൽ നമ്മെ ആഹ്ലാദിപ്പിക്കുന്നതാണ്, സന്തോഷം ജനിപ്പിക്കുന്നത് ആണ്. അപ്പോ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു വസ്തു, നമ്മെ ആഹ്ലാദിപ്പിക്കുന്ന ഒരു വസ്തു, സുന്ദരമായ ഒരു വസ്തു, അത് ആർട്ടാണ്, അത് കലയാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ കല എന്താണ്? കല ആഹ്ലാദം തരുന്നതാണ്. ഈസ്തറ്റിക് പ്ലഷർ, ആർട്ടിസ്റ്റിക് പ്ലഷർ നമുക്ക് തരുന്നതാണ് ഒരു കലാവസ്തു എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു വസ്തു എങ്ങനെയാണ് ആകർഷകം ആകുന്നത്? പ്രോബ്ലം? ഒരു വസ്തു എങ്ങനെയാണ് ആകർഷകം ആകുന്നത്? ആകർഷകമാകുന്നത് അതിന്റെ ചൈതന്യം കൊണ്ടാണ്, ജീവഭാവം കൊണ്ടാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ പുറത്തേക്ക് നോക്കാം. ഒരു മരം, ഒരു വൃക്ഷം, എ ട്രീ, അത് ഇല കൊഴിഞ്ഞ് നിൽക്കുന്നു. അതിൽ ഇലകളില്ല, അതിൽ തളിരുകളില്ല, പൂക്കളും കായകളും ഇല്ല എന്ന് വിചാരിക്കാം. ആ ഒരു മരത്ത് നമുക്ക് നോക്കുമ്പോൾ അതിനൊരു സൗന്ദര്യമില്ല, തീർച്ചയായിട്ടും ഇല്ല. നമുക്കൊട്ടും സന്തോഷം അത് തരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. അതിന് ചൈതന്യമില്ല, ജീവൻ ഇല്ല. ഇലയില്ലാത്ത, തളിരില്ലാത്ത, പൂക്കളും കായകളും ഇല്ലാത്ത ഒരു ചെടി അല്ലെങ്കിൽ ഒരു മരം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിനെ ശ്രദ്ധിക്കാൻ നമുക്ക് തോന്നുകയില്ല. കാരണം അതിന് ജീവൻ ഇല്ല, അതിൽ ലൈഫ് ഇല്ല, ചലനമില്ല, കാഴ്ചയ്ക്ക് അത് ഒട്ടുമേ സുന്ദരമല്ല എന്നുള്ള ഒരു അവസ്ഥാവിശേഷമുണ്ട് എന്നർത്ഥം. അപ്പോ ഇല കൊഴിഞ്ഞു നിൽക്കുന്ന മരം, പൂക്കളില്ലാത്ത മരം, കായ്ക്കാത്ത വൃക്ഷം വെട്ടി തീയിലിടാൻ പറഞ്ഞ ഗുരുക്കന്മാരുടെ ഓർമ്മകൾ എന്റെ മനസ്സിലുണ്ട്. അപ്പൊ അത് അനാകർഷകമാണ്. അതെങ്ങനെയാണ് ആകർഷകമാകുന്നത്? ആകർഷകമാകണമെന്നുണ്ടെങ്കിൽ കലാവസ്ഥയുടെ ഭേദമനുസരിച്ച് അതിൽ തളിരുകൾ ഉണ്ടാവണം. തളിരുകൾ ഇലകളായിട്ട് മാറണം. ആ ഇലകൾക്കിടയിൽ പൂക്കൾ വിടരണം. പൂക്കൾ പിന്നീട് കായ്കളായിട്ട് മാറണം. അപ്പോഴാണ് വൃക്ഷം ജീവനുള്ളതായി മാറുന്നത്. എ ട്രീ ഓഫ് ലൈഫ് നമ്മൾ പറയും. എ ട്രീ ഓഫ് ലൈഫ് ആയിട്ട് മാറുന്നത് അപ്പോഴാണ് എന്നർത്ഥം. അപ്പൊ ചൈതന്യം അഥവാ ജീവനുള്ള അവസ്ഥ ഒരു വൃക്ഷത്തെ സുന്ദരമാക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോ ജീവനുള്ള ഒരവസ്ഥയാണ്, ഒരു വസ്തുവിന്റെ ജീവനാർജിക്കുന്ന അവസ്ഥയാണ് നമുക്ക് ആർട്ട് എന്ന് പറയാം. ഒരു സാധാരണ വസ്തു
കലാപരം ആകണം എങ്കിൽ നമ്മളൊരു, ഞാൻ മരത്തെക്കുറിച്ച് പ്രകൃതിയിൽ പറഞ്ഞു, ഇപ്പൊ നമ്മളൊരു കളിമണ്ണ് കൊണ്ട് ഒരു ശില്പം ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. അത് സുന്ദരം ആകണമെങ്കിൽ അതിനൊരു ചൈതന്യം ഉണ്ടാവണം, ഒരു ജീവഭാവം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അത് സുന്ദരമാവുകയുള്ളൂ, എങ്കിൽ മാത്രമേ അത് ആകർഷകമായി തീരുകയുള്ളൂ. അപ്പൊ ആകർഷകമാകണമെങ്കിൽ അതിന് ചൈതന്യം വേണം, ജീവൻ ഉണ്ടായിരിക്കണം. ആ ജീവാവസ്ഥ ആണ് ഒരു വസ്തുവിനെ കലാപൂർണം ആക്കുന്നത്, മനോഹരം ആക്കുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പോ ആർട്ട് എന്ന് പറഞ്ഞാൽ ജീവനുള്ള അവസ്ഥയാണ്. കലാപരമായി ഒരു വസ്തു എന്ന് പറയുമ്പോൾ ഒരു ചൈതന്യമുണ്ട്, അതിന് ഒരു സൗന്ദര്യമുണ്ട്, അതിന് അത് ആകർഷകമാണ്. അത് പ്രകൃതിയാവാം, പ്രകൃതിയിലെ ഒരു മരമോ ഒരു ചെടിയോ ആകാം, അല്ലെങ്കിൽ ഒരു ശില്പി ഉണ്ടാക്കുന്ന ശില്പം ആകാം, എന്നെ പോലുള്ള എഴുത്തുകാർ എഴുതുന്ന കഥകളാവാം, അല്ലെങ്കിൽ കവിതകളാകാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന രംഗവേദിയിൽ അവതരിപ്പിക്കുന്ന ഒരു നൃത്തമാകാം, ഒരു ഗാനമാകാം. ഇതൊക്കെ ആകർഷകം ആകണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ആർട്ടിസ്റ്റിക്കലി പെർഫെക്റ്റ്. ചൈതന്യവത്തായിരിക്കണം, ജീവൻ ഉണ്ടായിരിക്കണം അതിന്, എങ്കിൽ മാത്രമേ അത് നമ്മെ ആകർഷിക്കുകയുള്ളൂ. അപ്പോ ആർട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അത് ഒരു വസ്തുവിന്റെ ജീവനാണ്, ജീവനുള്ള അവസ്ഥ സൃഷ്ടിക്കുന്നതാണ്, അത് സുന്ദരമാണ്. എങ്കിൽ മാത്രമേ അത് കലാപരമായ പൂർണ്ണത നേടുന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. രണ്ട് കാര്യം ഞാൻ പറയുന്നു പ്രധാനമായിട്ട്. ഒന്ന്, അതിന് ജീവൻ ഉണ്ടായിരിക്കണം ഒരു വസ്തുവിന്, അതിന് ചൈതന്യം ഉണ്ടായിരിക്കണം, തീർച്ചയായിട്ടും വേണം. നമ്മളൊരു പുഴയോരത്ത് പോയി നിൽക്കാതിരിക്കാം, ഒരു പുഴയുടെ ഓരത്ത് പോയി നിൽക്കുന്നു, പുഴ ഒഴുകുന്നില്ല, അവിടെ കെട്ടിക്കിടക്കുകയാണ്. നമ്മുടെ പല പുഴകളും ഇപ്പൊ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ കൊണ്ടുപോയി പുഴയിലേക്ക് എറിയും. അപ്പോ ജലത്തിന്റെ ഒഴുക്ക് നിശ്ചലമാകും, അഴുക്കെല്ലാം അടിഞ്ഞു കൂടിയിട്ട് പുഴ മാലിന്യപൂർണം ആകും. അപ്പോ ആ പുഴ അനാകർഷകമാകും, അതിന്റെ ചൈതന്യം ജീവഭാവം നിലയ്ക്കും. പ്രകൃതിയിലേക്ക് നമ്മൾ വിസർജ്യ വസ്തുക്കൾ വലിച്ചെറിയുകയാണ് എന്ന് വിചാരിക്കുക, പ്രകൃതിയുടെ മുഖം ഇരുണ്ടുപോകും, അത് അസുന്ദരം ആയിത്തീരും, അനാകർഷകം ആയിത്തീരും. അതിന്റെ ആർട്ട്, അതിന്റെ ചൈതന്യം, അതിന്റെ സൗന്ദര്യം അതോടുകൂടി അസ്തമിക്കും. അപ്പൊ അത് ഒരു പുഴയുടെ കാര്യത്തിലോ ഒരു മരത്തിന്റെ കാര്യത്തിലോ പ്രകൃതിയുടെ കാര്യത്തിലോ എന്ത് ആയാലും ജീവനറ്റ ഒരു വസ്തു. നമ്മൾ കുറച്ച് ക്രൂരമായിട്ട് ഞാൻ പറയാം, നമ്മളെല്ലാം ഓടി ഇങ്ങനെ ചാടി നടക്കുന്നു. നമ്മൾ ഓടുകയും ചാടുകയും ചെയ്യാതെ നിൽക്കാന്ന് വിചാരിക്കാം. അപ്പൊ ഒരു ജീവൻ വളരെ ഓടി നടക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കാം. ജീവൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ എത്ര പ്രിയപ്പെട്ട വ്യക്തിയാണെങ്കിലും നമുക്ക് ജീവനില്ലാത്ത ഒരു വസ്തുവിനെ അധിക ദിവസം സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുകയില്ല, ജീർണിച്ചു പോകും എന്നുള്ളതാണ് വാസ്തവം. അപ്പോ ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുന്നത്, കല എന്ന് പറയുന്നത് ജീവനാണ്, ചൈതന്യമാണ്. ആ ചൈതന്യമാണ്, ജീവനാണ് ഒരു വസ്തുവിനെ സുന്ദരമാക്കുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പൊ കലയ്ക്ക് ഇങ്ങനെ ഒരു നിർവചനം കൊടുക്കാം, അല്ലേ? കല സൗന്ദര്യമാണ്, ഒരു വസ്തുവിന്റെ ജീവനാണ്, ഒരു വസ്തുവിന്റെ ചൈതന്യമാണ്, അതിന്റെ ആകർഷകത്വം, ഒരു വസ്തുവിന്റെ ആകർഷകത്വം നിലനിൽക്കുന്നത് അത് കലാത്മകം ആകുമ്പോൾ ആണ്. അപ്പൊ ചെറിയ കാര്യമല്ല കല എന്ന് പറയുന്നപ്പോ, ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ല. ഈ പ്രകൃതിയിൽ നമ്മയല്ലേ ഏത് വസ്തു, ഒരു പൂമ്പാറ്റയാവാം, ഒരു വൃക്ഷമാവാം, അല്ലെങ്കിൽ ഒരു ശില്പിയുടെ മനോഹരമായ സൃഷ്ടിയാവാം, ഒരു പെയിന്റിങ് ആവാം, മനോഹരമായ ഒരു പെയിന്റിങ്, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ നൃത്തമാവാം, അല്ലെങ്കിൽ ഒരു ഗാനത്തിന്റെ ആവിഷ്കാരമാവാം. ഏതായാലും അത് ചൈതന്യപൂർണമാണ് എങ്കിൽ മാത്രമേ നമുക്ക് അത് ആകർഷകമാവുകയുള്ളൂ, നമ്മുടെ ഹൃദയത്തെ അത് ചലിപ്പിക്കുകയുള്ളൂ, നമുക്ക് ആനന്ദം പകരുകയുള്ളൂ. അപ്പോ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, കലാപരമായ വസ്തു നമുക്ക് എപ്പോഴും ആനന്ദം നൽകുന്നതാണ്, നമുക്ക് പ്ലഷർ നൽകുന്നതാണ്, സന്തോഷം നൽകുന്നതാണ്. അപ്പൊ നമ്മൾ സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കണം. നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തു, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമുക്ക് ഒരു സന്തോഷവും തരികയില്ല എന്നുള്ളതാണ്. അപ്പൊ ചലനം വേണം. ചലനം എന്ന് പറയുന്നത് ജീവന്റെ അടയാളം ആണ്, ജീവന്റെ അടയാളം ആണ്. ഇപ്പൊ മരക്കൊമ്പിൽ ചിറകൊതുക്കി ഒരു പക്ഷി ഇരിക്കുന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾ ഒന്ന് ആലോചിച്ചേ, ഒരു മരക്കൊമ്പിൽ പക്ഷി ചിറകൊതുക്കി ഇരിക്കുക,
അതിനൊരു ചലനമില്ല, അതൊരു പാട്ടും പാടുന്നില്ല, അത് ചിറകൊന്നും കുടയുന്നില്ല, വെറുതെ ഒരു മരത്തിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന പക്ഷിയെ നോക്കിയിരിക്കാൻ നമുക്ക് പറ്റുമോ? കുറച്ചേരം നോക്കിയിരിക്കാം, അത് കഴിയുമ്പോ എന്ന് നമ്മൾ പോകും. നേരെ മറിച്ച് ആ കിളി, ആ പക്ഷി ഒന്ന് ചിറകടിക്കുകയും ഒന്ന് പാടുകയും ഒരു കമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് പറക്കുകയും ഒരു ചലനം സംഭവിക്കുകയാണ് എങ്കിൽ, ശബ്ദിക്കുകയാണ് എങ്കിൽ, ആ സൗന്ദര്യം നമുക്ക് അനുഭവപ്പെടും, നമ്മുടെ ഹൃദയം കുളിർക്കും, സന്തോഷഭരിതമായി തീരും എന്നുള്ളതാണ് വാസ്തവം. അപ്പോ പറഞ്ഞു വരുന്നത്, കല ചലനമാണ്, കല സൗന്ദര്യമാണ്, കല നമ്മെ ആകർഷിക്കുന്ന മനോഹരമായ ഘടകങ്ങൾ ഒക്കെ ചേരുന്നതാണ്. ഇത് പ്രകൃതി സുന്ദരമായ, നമ്മൾ പറയല്ലോ, ഇപ്പൊ നമ്മുടെ വൈവിധ്യമാർന്ന ജീവപ്രകൃതിയെ കുറിച്ച് പറയും, എത്ര സുന്ദരം ഈ പ്രകൃതി, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് എന്ന് നമ്മൾ പറയും. എന്തുകൊണ്ട്? അതിൽ സൗന്ദര്യമുണ്ട്, അത് ചലനമുണ്ട്, അത് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന കാഴ്ച ആയതുകൊണ്ടാണ്. നേരെ മറിച്ച് മണലാരണ്യത്തിൽ പോയി നിൽക്കണം വിചാരിക്കാം, ചുറ്റുപാടും പരന്നു കിടക്കുന്ന മണൽ, അവിടെ ഒരു ജീവന്റെ ഭാവമില്ല, ചലനമില്ല എങ്കിൽ നിശ്ചയമായും അനന്തമായി പരന്നു കിടക്കുന്ന ഒരു മണൽപ്പരപ്പ് മോശമെന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ മനസ്സിനെ അത് തീരെ സന്തോഷിപ്പിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ വൃക്ഷങ്ങൾ വളർന്നു നിൽക്കും. ഇപ്പൊ കാട്ടിൽ പോകുന്നതായിരിക്കാം, കാട് പോലും നമ്മെ സന്തോഷിപ്പിക്കും. എന്തുകൊണ്ടാണ്? അവിടെ ധാരാളം മരങ്ങൾ വളർന്ന് നിൽക്കുന്നുണ്ട്. പ്രസിദ്ധമായൊരു ബംഗാളി നോവലുണ്ട്. ആ നോവലിന്റെ പേര് ആരണ്യക് എന്നാണ്. കുട്ടികൾ ഓർമ്മയിൽ വെക്കണം, നല്ലൊരു പുസ്തകമാണ്. ആരണ്യക് എന്നാണ് ആ നോവലിന്റെ പേര്. വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരൻ എഴുതിയ പുസ്തകമാണ് ആരണ്യക് എന്ന് പറയുന്നത്. അതിന്റെ കാടാണ് അതിന്റെ വിഷയം. എന്താ കാട്? സെമിന്ദാരുടെ ഭൂമിയാണ്, വിശാലമായ വനപ്രദേശമാണ്. ആ വനം പതിച്ചു കൊടുക്കാൻ വേണ്ടി സത്യചരൻ എന്ന പേരുള്ള ഒരു ഏജന്റിനെ നിയോഗിക്കുകയാണ് ഈ സെമിന്ദാർ ചെയ്യുന്നത്. പക്ഷേ രാത്രി ആ കാട്ടിനുള്ളിൽ ചെന്ന്, നിലാവ് പെയ്യുന്ന ഒരു രാത്രിയാണ്, വള്ളിക്കുടിലിന് ഇടയിലൂടെ നിലാവ് അരിച്ചരിച്ച് ഇറങ്ങി ഉറങ്ങാൻ കിടക്കുന്ന സത്യചരന്റെ മുഖത്ത് വന്ന് വീഴുന്നു. അപ്പോ അയാൾക്ക് മനസ്സിലായി, ഈ കാടിന് ജീവനുണ്ട്, ഈ കാടിന് വെളിച്ചമുണ്ട്, ഈ കാട് ഹൃദയത്തെ സ്പർശിക്കുന്നതാണ് എന്ന് തോന്നിയിട്ട് അയാൾ തീരുമാനിക്കുന്നു, ഈ കാടായിട്ട് തന്നെ കിടക്കണം. ഇത് വെട്ടിത്തെളിച്ച് ഇവിടെ മറ്റുള്ളവർക്ക് കയ്യേറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് വിചാരിച്ചിട്ട് സത്യചരൻ കാടിനെ കാടായി നിലനിർത്താൻ തീരുമാനിച്ചുകൊണ്ട് തന്റെ ഉദ്യോഗം മതിയാക്കി നഗരത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. ഈ സത്യചരന്റെ കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് അയാൾ കാണുന്ന ഒരു ദൃശ്യം ഉണ്ട്, മനോഹരമായ ഒരു ദൃശ്യമാണ്. പിന്നീട് നമ്മുടെ കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി ഹേ യുഗളപ്രസാദ എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട്. എന്താ കവിത? ഈ സത്യചരൻ കുതിരപ്പുറത്ത് കാട്ടിലൂടെ പോകുമ്പോ കാടിന്റെ നടുക്ക്, കൊടും കാടിന്റെ നടുവിൽ ഇരുന്ന ഒരു മനുഷ്യൻ ഭൂമി കുഴിക്കുന്നത് കാണും. ബംഗാളിലെ പാവപ്പെട്ട ആളുകൾ ജീവിക്കുന്നത് ഭൂമി കുഴിച്ചെടുത്ത് കിട്ടുന്ന കിഴങ്ങുകൾ ഭക്ഷിച്ചാണ്. നമ്മൾ മനസ്സിലാക്കണം കേട്ടോ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എങ്ങനെ കഷ്ടപ്പെട്ടാണ് മനുഷ്യർ, ഗ്രാമീണർ, പാവപ്പെട്ടവർ ജീവിക്കുന്നത് നമ്മൾ ഓർമ്മിക്കുക. ആഹാരത്തിന് യാതൊരു വഴിയില്ല. കാട്ടിൽ പോയി കിഴങ്ങ് കുഴിച്ചെടുത്തിട്ടാണ് ആളുകൾ ജീവിക്കുന്നത്. ഒരാൾ കുഴിച്ചെടുത്തോണ്ടിരിക്കുകയാണ്, എന്തോ കുഴിക്കുകയാണ്. അപ്പൊ സത്യചരൻ ചോദിക്കും, നിങ്ങൾ ആരാണ്? അയാൾ പറയും, ഞാനൊരു വഴിപോക്കനാണ്. നിങ്ങൾ എന്ത് ചെയ്യാണ് ഇവിടെ? എന്താ കുഴിച്ചെടുക്കുന്നത്? കാട്ടുകിഴങ്ങ് കുഴിച്ചെടുക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അയാൾ പറയും, ഞാൻ കുഴിച്ചെടുക്കുകയല്ല, പിന്നെ ഞാൻ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. എന്താ നിങ്ങൾ കുഴിച്ചിടുന്നത്? അത്ഭുതം തോന്നി. കാട്ടിന് നടുവിൽ എന്താ കുഴിച്ചിടുക? അപ്പോ അയാൾ പറഞ്ഞു, യുഗളപ്രസാദൻ പറഞ്ഞു, ഞാൻ ഈ കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാറുണ്ട്. സഞ്ചരിക്കുമ്പോ ഈ കാട് ഇങ്ങനെ പൂവണിഞ്ഞ് നിൽക്കുന്നത് ഞാൻ കാണും. നല്ല വെള്ളപ്പൂക്കൾ, നല്ല നീല പൂക്കളുണ്ട്, മഞ്ഞപ്പൂക്കളുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയിരുന്നു, കുറച്ച് ചുവന്ന പൂക്കൾ കൂടി അതിനിടയിൽ വിടർന്നിരുന്നു എങ്കിൽ ഈ കാട് എത്ര സുന്ദരിയാകുമായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് കൊൽക്കത്തയിലെ തെരുവുകളിൽ ഞാൻ പോയപ്പോ അവിടുന്ന് ചുവന്ന പൂക്കൾ വിൽക്കുന്ന ചുവന്ന പൂക്കൾ വിടരുന്ന ചെടികളുടെ വിത്ത് വാങ്ങിക്കൊണ്ടുവന്ന് ഞാൻ ഈ കാട്ടിൽ കുഴിച്ചിടുകയാണ് എന്ന് പറഞ്ഞു. അപ്പോ ഓർക്കണം, നമ്മുടെ വീടുകളുടെ മുമ്പിൽ പോലും ഒരു ചെടി നടാൻ നമുക്ക് സമയമില്ല, നമുക്ക് താല്പര്യമില്ല. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രകൃതിയെ അങ്ങനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അതിന്റെ സൗന്ദര്യത്തെ കെടുത്തിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. വലിയ കരിങ്കൽ കൊട്ടാരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയാണ്. 5 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ
അവിടെ ഒരു ഭീകരമായ കെട്ടിടം, ഒരു കരിങ്കൽ കൊട്ടാരം നമ്മൾ കെട്ടിപ്പൊക്കും. അതിന്റെ അടുത്തൊരു ചെടി വെക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. പ്രകൃതിയുടെ ഒരു ഭംഗി, വൈകുന്നേരം ഒന്ന് ഇറങ്ങി ഇരുന്ന് കാറ്റുകൊണ്ട് ഈ ചെടിയിൽ നിന്ന് അല്ലെങ്കിൽ മരത്തിൽ നിന്ന് വരുന്ന കാറ്റേറ്റ് അവിടെ വന്നിരുന്ന് പാടുന്ന കിളികളുടെ പാട്ട് കേട്ട് അതിൽ വിടരുന്ന പൂക്കളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് പ്രകൃതിയുടെ സൗന്ദര്യം, പ്രകൃതിയുടെ കല ആസ്വദിച്ചു കൊണ്ടിരിക്കാൻ നമുക്ക് പലപ്പോഴും മനസ്സില്ല. ആ അവസ്ഥയിലാണ് യുഗളപ്രസാദൻ കാട്ടിന്റെ നടുക്ക് പോയി ചെടി കുഴിച്ചു വെച്ച് പ്രകൃതിയെ സുന്ദരിയാക്കുന്നത് എന്ന് നമുക്ക് ഓർമ്മിക്കാം. അപ്പൊ പ്രകൃതിയെ സ്നേഹിക്കുക, കാടിനെ സ്നേഹിക്കുക, മരങ്ങളെ സ്നേഹിക്കുക, പ്രകൃതിയാണ് ഏറ്റവും വലിയ കല എന്ന് തിരിച്ചറിയുക. അതുകൊണ്ടാണ് നമ്മളിപ്പോ എൻവയറൺമെന്റ് ഡേ അല്ലേ, പരിസ്ഥിതി ദിനം ആചരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? പരിസ്ഥിതിയെ മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ സ്വാർത്ഥത പരിസ്ഥിതിയെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ മരങ്ങൾ കുഴിച്ചു വെക്കുന്നു, ഓരോ കുട്ടിയും ഒരു മരം ഏറ്റെടുക്കുന്നു, എന്നിട്ടോ അതിനെ താലോലിച്ച് വളർത്തുന്നു. എനിക്ക് തോന്നുന്നു കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ഗ്രൗണ്ടിലും ഞാനൊരു മരം നട്ടിട്ടുണ്ട് എന്നാണ് എന്റെ വിചാരം. എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഗ്രൗണ്ടിൽ ഞാൻ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ മരം അവിടെ നട്ടിട്ടുണ്ട്. പിന്നെ പോകുമ്പോൾ അവിടെ ഉണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട്, ഉണ്ട് ഞാൻ കണ്ട് സന്തോഷിക്കാറുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. അപ്പോ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുക. എന്തുകൊണ്ട്? അത് സുന്ദരമാണ്, അത് സുന്ദരമാണ്. നേച്ചർ ഈസ് ബ്യൂട്ടിഫുൾ. പ്രകൃതി സുന്ദരമാണ്. കാരണം അവിടെ കുന്നുകളുണ്ട്, താഴ്വാരങ്ങളുണ്ട്, നദികളുണ്ട്, മരങ്ങളും പക്ഷി മൃഗാദികളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പ്രകൃതി നിൽക്കുന്നത്. ഈ പത്രങ്ങളിൽ കണ്ടില്ലേ, അവിടെ ക്വാറികൾ പ്രവർത്തിക്കുന്നു, മല ഇടിച്ച് നിരത്തുന്നു, കുറെ പിന്നെന്താ, പിന്നെ കുന്നിടിഞ്ഞ് അവിടെ താഴ്വാരങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ കുടികിടപ്പ്, അവിടെ താമസിക്കുന്ന ആളുകളുടെ കുടിലുകൾ, വീടുകൾ ഒക്കെ നശിപ്പിക്കുന്നു. അതൊക്കെ ഒരു വല്ലാത്ത സംസ്കാര ശൂന്യതയാണ് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് എന്ന് ഞാൻ പറയുകയാണ്. ഇപ്പൊ നമ്മൾ കൊറോണ വന്നപ്പോ നമ്മൾ പേടിക്കുന്നു അല്ലേ, കോവിഡ് വന്നു, മഹാമാരി, നമുക്ക് സമാധാനത്തോടു കൂടി ഒന്ന് ശ്വാസം വിടാൻ സാധിക്കുന്നില്ല. ഞാൻ പറയട്ടെ, ഈ പ്രകൃതിയോട്, ഈ മരങ്ങളോട്, കാട്ടിലെ ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പത്രങ്ങൾ പുലി ഇറങ്ങി, പത്രം വായിച്ചില്ല നിങ്ങളെ? അതുപോലെ ആന ഒറ്റയാൻ ഇങ്ങനെ നടക്കുകയാണ്, വാഴ നശിപ്പിക്കുന്നു, മനുഷ്യൻ നട്ടുവളർത്തിയ ചെടികളൊക്കെ നശിപ്പിക്കുന്നു. എന്താ? അതിന് ഭക്ഷിക്കാനൊന്നുമില്ല. അതിന്റെ കാട് കയറി മനുഷ്യൻ കൈയടക്കി, അവിടെയുള്ള ജലാശയങ്ങൾ പറ്റി, വെള്ളം കുടിക്കാൻ മാർഗമില്ല, ഭക്ഷണത്തിന് മാർഗമില്ല. അപ്പൊ പിന്നെന്താണ്? പിന്നെ മനുഷ്യന്റെ ഇടയിലേക്ക് ഇറങ്ങുക, അവന്റെ വീട് ഇടിച്ച് നിരപ്പാക്കുക. വീടിടിച്ച് നിരപ്പാക്കണം എന്ന് വിചാരിച്ചിട്ടല്ല, ജീവിക്കാനുള്ള അവകാശം ഈ പ്രകൃതിയിൽ എല്ലാ ജീവികൾക്കും ഉണ്ട് എന്നുള്ള ഒരു സത്യം. പ്രകൃതി സുന്ദരിയാണ് എങ്കിൽ പ്രകൃതിയുടെ കല, ജീവന കല നശിപ്പിക്കാൻ നമുക്ക്, എന്നതാണ് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രകൃതിയുടെ ഈ ജീവന കല നശിപ്പിക്കാൻ നമുക്ക് യാതൊരു അവകാശവും ഇല്ല. അങ്ങനെ ചെയ്യുമ്പോ എന്താണ്? പ്രകൃതി മാതാവ്, ദ മദർ എർത്ത്, ദ മദർ നേച്ചർ നമ്മൾ പറയും. അപ്പോൾ പ്രകൃതിയെ അമ്മയായിട്ട് കാണുന്ന ആളാണ് അല്ലേ? ഭൂമി നമുക്ക് അമ്മയാണ്, ഭാഷ നമുക്ക് അമ്മയാണ്, രാജ്യം നമുക്ക് അമ്മയാണ്. അപ്പോൾ ഒരു അമ്മയെ പരിരക്ഷിക്കുന്നത് പോലെ ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. എപ്പോഴാണോ ആ മകന്റെ ധർമ്മം, പുത്രധർമ്മം, പുത്രീധർമ്മവും ആവാം നശിക്കുന്നത്, അപ്പോൾ ഈ മാതാവ് കോപിക്കും, മാതാവ് പോലും കോപിക്കും. ഏറ്റവും ഒടുവിൽ കോപിക്കുന്ന ആളാണ് അമ്മ അല്ലേ? അങ്ങനെയാണ് പറയുക. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പറയും, ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ആ സമയത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മമാര് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? അച്ഛനെങ്ങ് വരട്ടെ എന്നാണ് പറയും. അമ്മ ശിക്ഷിക്കില്ല. എന്നോട് ഒത്തിരി പ്രാവശ്യം എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, നിന്റെ അച്ഛനെങ്ങ് വരട്ടെ എന്നാണ്. എന്നുവെച്ചാൽ അദ്ദേഹം വരുമ്പോ എനിക്ക് കിട്ടാനുള്ളത് കിട്ടും എന്ന് അമ്മയ്ക്ക് അറിയാം. പക്ഷെ അമ്മ ശിക്ഷിക്കില്ല. കാരണം അമ്മ സ്നേഹമാണ് അല്ലേ? അമ്മ പ്രകൃതിയാണ്, അമ്മ ഭൂമിയാണ്. ഞാൻ കുട്ടിക്കാലത്ത് നൃത്തം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ നൃത്തം പഠിച്ചിട്ടുള്ള ഒത്തിരി പേരെന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ സ്റ്റേജിൽ ഡാൻസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താ ചെയ്യാം? ആദ്യം സ്റ്റേജ് തൊട്ട് വണങ്ങും നമ്മൾ അല്ലേ? എന്തുകൊണ്ട്? നമ്മുടെ കാലുകൾ കൊണ്ട് ഈ പ്രതലത്തിൽ, ഈ പ്ലാറ്റ്ഫോമിൽ, ഈ ഭൂമിയിൽ ചവിട്ടുകയാണ്. ചവിട്ടി നൃത്തം ചെയ്യുമ്പോ നമ്മുടെ കാലുകൊണ്ട് ചവിട്ടുന്നതിന് മുൻപേ നമ്മൾ നമസ്കരിച്ച് അമ്മയോട് മാപ്പ് ചോദിക്കുകയാണ്. അമ്മയുടെ മാറിൽ മടിയിൽ ഞങ്ങൾ ഇതാ കാലുകൾ ഊന്നി നൃത്തം ചെയ്യാൻ പോകുന്നു, അനുഗ്രഹിക്കൂ, ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നൃത്തം ചെയ്യുന്നത് എന്നർത്ഥം. ഇതാണ് ഈ ക്ഷമ, ഈ പരിഗണന, ഈ അലിവ്, പ്രകൃതിയോടുള്ള ഈ ഒരു അലിവ്, സ്നേഹം, അതിന് നമ്മൾ കല എന്ന് പറയും. അതാണ് കലാത്മകമാണ് അത്. അല്ലാതെ എന്ത് കാണിച്ച്, അക്രമം കാണിച്ച്, വലിച്ചു കീറി ദൂരെ എടുത്ത് എറിഞ്ഞ്, അങ്ങനെ ഉണ്ടല്ലോ.
ചില ആളുകൾ സമരമൊക്കെ നടത്തുമ്പോഴത്തേക്ക് നമ്മുടെ സ്കൂളിലെ വസ്തുക്കളെല്ലാം വലിച്ച്, നിങ്ങളുടെ സ്കൂളിലൊന്നും കയറില്ല, ഗേറ്റ് നല്ല ഗേറ്റാണ്, അവിടെ കൂട്ടിയിട്ടേക്കും. സാധാരണ പള്ളിക്കൂടൊക്കെയാണെങ്കിൽ കയറി വന്നിട്ട് വലിച്ച് എറിഞ്ഞ ചെടികൾ നശിപ്പിച്ച് ആകെ അക്രമം കാണിക്കും. ഇതൊരു അധർമ്മമാണ് ആ പ്രവർത്തിക്കുന്നത് നമ്മൾ ഓർമ്മിക്കുക. അപ്പൊ പ്രകൃതിയെ സുന്ദരിയായി സൂക്ഷിക്കാൻ, പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്കെല്ലാം നല്ല ബാധ്യതയുണ്ട് എന്ന് ഞാൻ പറയാം. ഉറൂബ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉറൂബ്, കുട്ടികൾ ഓർമ്മിച്ചോളാം ആ പേര്. PC കുട്ടിക്കൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. PC കുട്ടിക്കൃഷ്ണൻ. അദ്ദേഹം പല നോവലുകൾ എഴുതിയിട്ടുണ്ട്, ഉമ്മാച്ചു ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു നോവലിന്റെ പേര് സുന്ദരികളും സുന്ദരന്മാരും എന്നാണ്. സുന്ദരികളും സുന്ദരന്മാരും. എനിക്ക് അദ്ദേഹം ഗുരുതുല്യനായിരുന്നു, ജ്യേഷ്ഠ തുല്യനായിരുന്നു, എന്നെ വലിയ വാത്സല്യം ആയിരുന്നു ഉറൂബിന് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. വലിയ എഴുത്തുകാരനാണ്. സാഹിത്യ അക്കാദമിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു 5 വർഷക്കാലം. ആ സമയത്ത് ഒരുമിച്ച് യാത്ര ചെയ്യുക, ഒരുമിച്ച് പല കാര്യങ്ങൾ സംസാരിക്കുക. അപ്പൊ അദ്ദേഹം ഒരു പുസ്തകത്തിന് പേര് കൊടുത്തത് സുന്ദരികളും സുന്ദരന്മാരും എന്നാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? എല്ലാ മനുഷ്യരും സുന്ദരന്മാരാണ്, എല്ലാവരും സുന്ദരിമാരാണ്, എല്ലാവരും സുന്ദരന്മാരുമാണ്. ആരും പണങ്ങണ്ട. എല്ലാ മനുഷ്യരും സുന്ദരന്മാരുമാണ്, സുന്ദരികളും ആണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹം പറയുന്നത് സൗന്ദര്യം എന്നത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ഗുണവിശേഷമാണ്. ഒരു വ്യക്തി സുന്ദരനാണോ അല്ലയോ, ഒരു ദൃശ്യം സുന്ദരമാണോ അല്ലയോ എന്ന് നിർണയിക്കുന്നത് നമ്മുടെ മനസ്സാണ് എന്നാണ് ഈ നോവലിൽ ഉറൂബ് പറയുന്നത്. ഏറ്റവും നികൃഷ്ടമായ, നികൃഷ്ടജീവിയില്ല കേട്ടോ, നികൃഷ്ടമാണ്. നമുക്ക് അറപ്പ് തോന്നുന്ന ഒരു ജീവി, ചേറിൽ കുളിച്ച് മതിക്കുന്ന ഒരു ജീവിയാണ് എങ്കിൽ പോലും, അല്ലെ? കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ എപ്പോഴേലും ചേർന്ന് കുളിച്ച് നിൽക്കുന്നു. നമ്മൾ കുറെ നേരം അതിനെ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് അതിനോട് സ്നേഹം തോന്നും എന്നാണ് ഉറൂബ് പറയുന്നത്. കുറച്ചു നേരം ഒരു അടുപ്പം തോന്നിയാൽ, നമ്മുടെ മനസ്സ് അർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സ്നേഹിച്ചു പോകും എന്ന് ഉറൂബ് എന്ന ഞങ്ങളുടെ സ്വന്തം PC കുട്ടിക്കൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ചില ആളുകളോട് നമുക്ക് ദേഷ്യം തോന്നും, അല്ലേ? നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ തോന്നൂല, തോന്നാൻ പാടില്ല കേട്ടോ, ഒരിക്കലും പാടില്ല. നമ്മുടെ ചില ആളുകളോട് നമുക്ക് ഏവൻ വേണ്ട മാറ്റി നിർത്തും നമ്മൾ പലപ്പോഴും. എന്തുകൊണ്ടാണ്? നമുക്ക് അവനോട് ഇഷ്ടമില്ല. എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തത്? അവന്റെ വല്ല കുറ്റം കൊണ്ടാണോ? അവന്റെ കുറ്റം കൊണ്ടൊന്നും ആയിരിക്കില്ല. നമ്മുടെ മനസ്സിൽ ഒരു കനിവിന്റെ അംശം നഷ്ടപ്പെടും, നമ്മുടെ മനസ്സിൽ ഒരു നന്മയുടെ അംശം നഷ്ടപ്പെടും, നമ്മുടെ മനസ്സിൽ ഒരു സ്നേഹത്തിന്റെ പ്രകാശം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് മറ്റുള്ളവരെ നമ്മൾ ഇരുട്ടിൽ കാണുന്നത്. ഞാൻ പറഞ്ഞ വാക്കുകൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണേ. ഒരാളെ നാം ഇരുട്ടിൽ കാണുന്നത് അയാൾ ഇരുട്ടിൽ നിൽക്കുന്നത് കൊണ്ടല്ല, നമ്മുടെ മനസ്സിന്റെ വെളിച്ചം കെട്ടുപോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഗുരുക്കന്മാര്, അധ്യാപകന്മാര്, ഞങ്ങൾ പഠിപ്പിക്കുന്ന പുസ്തകങ്ങള്, എഴുത്തുകാരായ ഞങ്ങൾ ഒക്കെ ചെയ്യുന്നത് ഇരുട്ടകറ്റാനാണ്. ഇരുട്ടകറ്റണമെങ്കിൽ എന്ത് വേണം? ഞാൻ ഇരുട്ടകറ്റണമെങ്കിൽ ആദ്യം എൻ്റെ മനസ്സിൽ വെളിച്ചം ഉണ്ടാവണം. എൻ്റെ മനസ്സിൽ ഇരുട്ട് നിൽക്കുമ്പോൾ എനിക്ക് മറ്റുള്ളവരുടെ ഇരുട്ടകറ്റാൻ പറ്റുകയില്ല. എൻ്റെ മനസ്സിൽ രോഷം നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാൻ, സന്തോഷം കൊടുക്കാൻ എനിക്ക് സാധിക്കുകയില്ല. അപ്പൊ ആദ്യം എന്ത് വേണം? നമ്മുടെ മനസ്സിലെ ഇരുട്ട് അകറ്റണം, മനസ്സിലെ രോഷം അകറ്റണം, മനസ്സിൽ ശാന്തി ഉണ്ടാവണം. ഓം ശാന്തി 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 എന്ന് നമ്മൾ പറയും. മനസ്സിൽ ശാന്തി ഉണ്ടാവണം. നമ്മുടെ മനസ്സിൽ സമാധാനം ഉണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സിൽ സമാധാനം ഇല്ലാത്തവന് പറഞ്ഞാൽ സമാധാനം കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും സാധിക്കില്ല. മനസ്സിൽ സ്നേഹമില്ലാത്തവന് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാൻ പറ്റും. മറ്റുള്ളവരുടെ സ്നേഹം ആഗ്രഹിക്കാൻ പറ്റുമോ? നമുക്ക് തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് തോന്നുന്നത് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അപ്പൊ മനസ്സ് സുന്ദരമാകണം എങ്കിൽ മനസ്സിൽ കാലുഷ്യം ഉണ്ടാവരുത്, മനസ്സിൽ ഭയം ഉണ്ടാകരുത്, മനസ്സിൽ ക്രോധം ഉണ്ടാകരുത്, ശാന്തി ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മുടെ മനസ്സിൽ സ്നേഹമുള്ളപ്പോ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാൻ നമുക്ക് സാധിക്കും, നന്മ കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ ചെറിയ കുട്ടിയുടെ ഉദാഹരണം നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. അത് 11 വയസ്സ്, നിങ്ങളുടെയൊക്കെ പ്രായത്തേക്കാൾ അല്പം കൂടെ കുറവായിരിക്കും അല്ലേ? 11 വയസ്സുള്ള നരേന്ദ്രൻ എന്ന ഒരു കുട്ടിയുടെ കഥയാണ്. നരേന്ദ്രൻ നിങ്ങളറിയും, മറ്റേ പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയും, പിന്നാലെയുള്ള പേര്. നരേന്ദ്രൻ ചെറിയ കുട്ടി, 11 വയസ്സ്, സ്കൂളിൽ പഠിക്കാം.
ആ നരേന്ദ്രനാണ് പിൽക്കാലത്ത് സ്വാമി വിവേകാനന്ദൻ ആയത് എന്നുള്ളത് കൂടി ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് പോയാലും സ്വാമി വിവേകാനന്ദനായത് ഈ നരേന്ദ്രനാണ്. നരേന്ദ്രൻ 11 വയസ്സ് സ്കൂളിൽ പഠിക്കുമ്പോ ഞങ്ങളെപ്പോൾ അധ്യാപകർ ചോദിച്ചു, നരേന്ദ്ര, ആരാണ് ഈ ഭൂമി, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചു. നരേന്ദ്രൻ എന്താ മറുപടി പറഞ്ഞേ? ഗോഡ് ഓൾമൈറ്റി എന്ന് പറഞ്ഞു. ഗോഡ് ഓൾമൈറ്റി ക്രിയേറ്റഡ് ദിസ് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞു. ഓക്കെ, ഗുഡ്, നല്ല ആൻസർ, അധ്യാപകന് ഇഷ്ടപ്പെട്ടു. ദെൻ അധ്യാപകൻ ചോദിച്ചു, ഹൂ ക്രിയേറ്റഡ് ഗുഡ്നെസ് ഇൻ ദിസ് വേൾഡ്, ഈ ഭൂമിയിൽ നന്മ ആരുടെ സൃഷ്ടിയാണ്? ആരുടെ സൃഷ്ടി? ഈശ്വരന്റെ സൃഷ്ടി. അധ്യാപകൻ കുട്ടി സമ്മതിച്ചു, ഈശ്വരന്റെ സൃഷ്ടിയാണ്. അപ്പൊ അധ്യാപകൻ അടുത്തൊരു ചോദ്യം ചോദിച്ചു, ദെൻ ഹൂ ക്രിയേറ്റഡ് ഈവിൾ ഇൻ ദിസ് വേൾഡ്, ഈ ഭൂമിയിൽ തിന്മ ആരുടെ സൃഷ്ടിയാണ്? ഈവിൾ, തിന്മ, ഗുഡ്നസ്, നന്മ. നന്മയില്ലാത്തതാണല്ലോ തിന്മ എന്ന് പറയും. തിന്മ ആരാ സൃഷ്ടിച്ചത്? കുട്ടി മിണ്ടിയില്ല. അയ്യോ, നീ എന്താ ആൻസർ പറയാത്ത? വൈ ഡോണ്ട് യു ഗിവ് മീ ആൻ ആൻസർ എന്ന് അധ്യാപകൻ ചോദിച്ചു. കുട്ടി ഒന്നും പറഞ്ഞില്ല. തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, സർ, ഹൂ ക്രിയേറ്റഡ്, കുട്ടികൾ ഓർത്തോളം കേട്ടോ, ഈ കഥയല്ല, സംഭവമാണ് ഇത്. ഹൂ ക്രിയേറ്റഡ് ലൈറ്റ് ഇൻ ദിസ് വേൾഡ് ചോദിച്ചു. നരേന്ദ്രൻ അധ്യാപകനോട് ചോദിക്കണം, നിങ്ങൾ ചോദിക്കണം കേട്ടോ. ചില സമയത്തൊക്കെ സാറുമാരോടും ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല, ചോദിക്കണം. ചോദ്യം ചോദിക്കുക, സംശയം ഉണ്ടായെങ്കിലേ അറിവുണ്ടാവും, അറിവ് വളരുള്ളൂ. നരേന്ദ്രൻ ചോദിച്ചു, ഹൂ ക്രിയേറ്റഡ് ലൈറ്റ് ഇൻ ദിസ് വേൾഡ്, ഭൂമിയിൽ വെളിച്ചം ആരുടെ സൃഷ്ടിയാണ്? ഒരു സംശയമില്ല അല്ലേ? ഗുരു പറഞ്ഞു, ഗോഡ് ഓൾമൈറ്റി, ദൈവമാണ്, ഈശ്വരനാണ് വെളിച്ചം സൃഷ്ടിച്ചത്. നരേന്ദ്രൻ അടുത്ത ചോദ്യം ചോദിച്ചു, ദെൻ ഹൂ ക്രിയേറ്റഡ് ഡാർക്ക്നെസ് ഇൻ ദിസ് വേൾഡ്, ഈ ഭൂമിയിൽ ഡാർക്ക്നെസ്, ഇരുട്ട് ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചു. അധ്യാപകൻ പറഞ്ഞു, എന്താണ്? ദാറ്റ് ഈസ് ഓൾസോ ക്രിയേറ്റഡ് ബൈ ഗോഡ് ഓൾമൈറ്റി, ഇരുട്ടും ഈശ്വരന്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നരേന്ദ്രൻ ചിരിച്ചു. അപ്പൊ അധ്യാപകൻ ചോദിച്ചു, വൈ ആർ യു ലാഫിംഗ്? സർ, യു ആർ മിസ്റ്റേക്കൺ. സർ, അങ്ങേക്ക് തെറ്റുപറ്റി. എന്താണ്? ഇരുട്ട് ഈശ്വരന്റെ സൃഷ്ടിയല്ല. പിന്നെ ഇരുട്ടിൽ വെളിച്ചം ഉണ്ടാക്കുന്നവനാണ് ഗുരു, അന്ധകാരം അകറ്റുന്നവനാണ് ഗുരു, ഇരുട്ട് അകറ്റുന്നവനാണ് ഗുരു. അതുപോലെ ഭൂമിയിലെ ഇരുട്ട് അകറ്റാൻ എന്ത് വേണം? ഒരു വെളിച്ചം മതി അല്ലേ? ലൈറ്റ് കത്തിച്ചു കഴിഞ്ഞാൽ ഇരുട്ടൊക്കെ പമ്പ കിടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഭൂമിയിൽ ഇരുട്ടല്ല ഈശ്വരൻ സൃഷ്ടിച്ചത്, വെളിച്ചമാണ്. വെളിച്ചം കൊളുത്തുമ്പോ ഇരുട്ട് അകന്നു പോകും. അപ്പോ വെളിച്ചം ഈശ്വരന്റെ സൃഷ്ടിയാണ്, ഇരുട്ട് ഈശ്വരന്റെ സൃഷ്ടിയല്ല. അതുപോലെ നന്മ ഈശ്വരന്റെ സൃഷ്ടിയാണ്, തിന്മ ഈശ്വരൻ സൃഷ്ടിച്ചതല്ല. പിന്നെ നമ്മളൊക്കെ കൊണ്ട്, മറ്റുള്ളവരുടെ ദേഷ്യം കൊണ്ട്, അസൂയ കൊണ്ട് ഒക്കെ നമ്മൾ സൃഷ്ടിച്ചതാണ് എന്ന് കുട്ടി പറഞ്ഞ മനോഹരമായ ഒരു അവസ്ഥയുണ്ട് എന്ന് ഞാൻ പറയുക. നമ്മൾ എന്താണ്? നമ്മൾ ഇരുട്ടല്ല സൃഷ്ടിക്കേണ്ടത്, വെളിച്ചം ആണ്. ഇരുട്ടിൽ വെളിച്ചം കൊടുത്താൽ നമുക്ക് സാധിക്കണം. അതിനാണ് കല. ആ കലയാണ് സംസ്കാരമാകുന്നത്. ഇരുട്ടിൽ വെളിച്ചം കൊളുത്തുന്ന കലയാണ് മാനവികത സൃഷ്ടിക്കുന്നത്. ഇരുട്ടിൽ അല്ലെങ്കിൽ തിന്മ പരക്കുന്ന സ്ഥലത്ത് നന്മ പ്രസരിപ്പിക്കുമ്പോഴാണ് സംസ്കാരം ഉണ്ടാകുന്നത്. ഭൂതത, നമ്മൾ പറയില്ല, പാവപ്പെട്ട ഒരു കുട്ടി കഷ്ടപ്പെടുന്നു, കരയുന്നു, അല്ലെങ്കിൽ ഒരു അമ്മ വിഷമിക്കുന്നു, നമ്മുടെ ചുറ്റുപാട് ഒരു അപകടം സംഭവിക്കുന്നു, അവിടെയൊക്കെ നന്മയുടെ പ്രകാശം ആയി ഒരാൾ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ പറയും, എന്താണ്? അയാൾ നല്ല മനുഷ്യനാണ് എന്ന് പറയും, നല്ല മനുഷ്യനാണെന്ന് പറയും. അപ്പൊ കലയുടെ ധർമ്മം എന്ന് പറയുന്നത്, ഞാൻ പറയട്ടെ, നമ്മെ നല്ല മനുഷ്യർ ആക്കുക എന്നതാണ്. നമ്മെ നല്ല മനുഷ്യർ ആക്കുക എന്നുള്ളതാണ്. നല്ല മനുഷ്യരാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നല്ല സിമ്പിൾ അല്ലേ? സംസ്കാരമുള്ളവരാക്കുക എന്നുള്ളതാണ്. സംസ്കാരമുള്ളവരാക്കുക. സംസ്കാരം എന്നുള്ളതിന് വലിയ സിവിലൈസേഷൻ, നാഗരികത, കൾച്ചർ. അതിന്റെ അർത്ഥം അന്വേഷിച്ച് മെനക്കെടുവൊന്നും വേണ്ട. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എന്താ? നല്ല മനുഷ്യർ ആവുക. നല്ല മനുഷ്യരാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സംസ്കാരമുള്ളവരാവുക എന്നാണ്. അപ്പൊ മനുഷ്യത്വമാണ് സംസ്കാരം എന്ന് പറയുന്നത്. ആ സംസ്കാരം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? എല്ലാവരെയും സ്നേഹിക്കണം, നന്മ വേണം. മനുഷ്യന്റെ നന്മ, മറ്റുള്ളവരുടെ നന്മ കാണാൻ നമുക്ക് സാധിക്കണം. നന്മ കാണാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നന്മ ഉണ്ടാവണം. ജീവിതത്തെ കലാപരമായി, സൗന്ദര്യാത്മകമായി, സത്യസന്ധമായി, യഥാർത്ഥമായി കാണാനുള്ള മനസാക്ഷി നമുക്ക് ഉണ്ടാവണം. അതിനാണ് കല സഹായിക്കുന്നത്. അതിനാണ് വായന അല്ലേ? സംസ്കാരം വളർത്താൻ നല്ല കഥകൾ, കലാപരമായി എഴുതപ്പെട്ടിട്ടുള്ള കഥകൾ, കവിതകൾ ഒക്കെ നമ്മൾ വായിക്കുമ്പോ ആ ആർട്ട് ഫോം, വാക്കുകളുടെ കലയാണ് സാഹിത്യം എന്ന് പറയുന്നത്. ഓർത്തോളണം, വാക്കുകളുടെ കലയാണ് സാഹിത്യം.
ആ സാഹിത്യം, വാക്കുകളുടെ കല വായിക്കുമ്പോ, ആസ്വദിക്കുമ്പോ എന്ത് സംഭവിക്കും? നമുക്ക് സംസ്കാരം ഉണ്ടാവും, നമ്മുടെ മാനവികത വളരും, മറ്റുള്ളവനെ പരിഗണിക്കാൻ നമുക്ക് കഴിയും, മറ്റുള്ളവരുടെ സ്നേഹപൂർവ്വം പെരുമാറാൻ കഴിയും, ക്ഷമിക്കാൻ കഴിയും, സുതാര്യമായ ലളിതമായ ഒരു ജീവിത രീതി നമുക്ക് ഉണ്ടാവും എന്നാണ്. ഇതാണ് സംസ്കാരം. ഇത്രേ ഉള്ളൂ, വലിയ അത്ഭുതമൊന്നുമില്ല. കളിയും സംസ്കാരം നമുക്ക് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്കെല്ലാവരും പേടിയൊന്നുമില്ല, പിള്ളേർക്ക് എന്തിനാ പേടിക്കുന്നു? നിങ്ങളാരും പേടിക്കാൻ പേടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് സങ്കോചമൊന്നും ആവശ്യമില്ല. നല്ല മനസ്സുള്ള ആളുകൾ, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ആളുകൾ, കലാഹൃദയം ഉള്ള ആളുകൾ, ഞാൻ പറയട്ടെ, കലാഹൃദയം എന്ന് വെച്ചാൽ നന്മയുള്ള ഹൃദയം ഉള്ള ആളുകൾ എന്ന് മനസ്സിലാക്കിയാൽ മതി. സുന്ദരമായ മനസ്സുള്ള ആളുകൾ മറ്റുള്ളവരുടെ നന്മ കാണും, അവരെ അംഗീകരിക്കും, അവർ സ്നേഹിക്കും. ഈ ഒരു നന്മ മനസ്സിൽ നിർവഹിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അജയകുമാർ സാറിനോട് ഞാൻ പറയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ സാർ ചെയ്യേണ്ടത് അവർ നല്ല പുസ്തകങ്ങൾ വായിക്കണം. നല്ല പുസ്തകങ്ങൾ വായിക്കണം, നിശ്ചയമായിട്ടും വായിക്കണം കേട്ടോ, വായിക്കണം. ഒന്ന് എന്താണ്? അത് വാക്കുകളുടെ കലയാണ്. സാഹിത്യത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്, അത് വാക്കുകളുടെ കലയാണ്. വാട്ട് ഈസ് ദി ബേസിക് ഓഫ് ലിറ്ററേച്ചർ? വേർഡ് ആണ്, വാക്ക് ആണ്. വാക്ക് കൊണ്ടാണ് സാഹിത്യം ഉണ്ടാകുന്നത്, ഇല്ലേ? നല്ല വാക്കുകൾ, ഹൃദ്യമായ, അല്ലാതെ സൗന്ദര്യമുള്ള വാക്കുകൾ അർത്ഥത്തിലില്ല, ഹൃദയത്തെ സ്പർശിക്കുന്ന സുതാര്യമായ ലളിതമായ ആഹ്ലാദം ജനിപ്പിക്കുന്ന വാക്കുകളാണ് നമുക്ക് സാഹിത്യമായിട്ട് മാറുന്നത്, കലയായിട്ട് മാറുന്നത്. ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് മാനവികത ഉണ്ടാവും. ആ യുഗളപ്രസാദനെ പോലെയാവും നമ്മൾ. കാട്ടിൽ കൊണ്ടുപോയി ചെടി വെക്കുന്ന ആളായിട്ട് നമ്മൾ മാറും എന്നാണ്. പിന്നെ നല്ല പാട്ട് കേൾക്കണം, പാട്ട് കേൾക്കുക. നല്ല പാട്ട് കേൾക്കുമ്പോൾ ഈ പാട്ട് എന്ന് പറഞ്ഞിട്ട് ചെവി ആരും ചെവി കൊത്തുവോ? യേശുദാസ് പാടുമ്പോൾ ആരെങ്കിലും ചെവി കൊത്താറുണ്ടോ? ഇല്ലല്ലോ. ഹൃദയത്തെ തുറന്നിടും, ഹൃദയത്തെ തുറന്നിടും, ഹൃദയവാതിലുകൾ നമ്മൾ തുറന്നിടും, അല്ലേ? അങ്ങനെയല്ലേ ചെയ്യാം? ചിത്ര പാടുന്നു അല്ലെങ്കിൽ ദാസ് പാടുന്നു എങ്കിൽ ഹൃദയം തുറന്ന് നമ്മൾ കേൾക്കും. ആ പാട്ടിന് വേണ്ടി നമ്മൾ കാതോർക്കും, കാത്തിരിക്കും. കാരണം അത് സംഗീതമാണ്. സ്വരങ്ങൾ കൂടിച്ചേർത്ത്, 7 സ്വരങ്ങൾ, സപ്തസ്വരങ്ങൾ കൂടിച്ചേർന്ന് ഉണ്ടാകുന്നതാണ് സംഗീതം എന്ന് പറയുന്നത്. ആ സംഗീതം നമ്മുടെ ഹൃദയത്തെ കുളിർപ്പിക്കും, ഹൃദയത്തെ മധുരമാക്കും, ഹൃദയത്തെ ശാന്തമാക്കും, ഹൃദയത്തിന് സന്തോഷം തരും. ഈ സന്തോഷം വന്നാൽ എന്ത് ചെയ്യാം? ഒന്ന് അങ്ങനെ അടച്ചു വെക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ മറ്റുള്ളവരോടും സന്തോഷത്തോടു കൂടി പെരുമാറും, മറ്റുള്ളവരുടെ സ്നേഹമായിട്ട് നമ്മൾ പെരുമാറും. അപ്പൊ എന്താണ് അവിടെ? കൾച്ചർ, സംസ്കാരം ഉണ്ടാവും. മറ്റുള്ളവർ നന്നായിട്ട് പെരുമാറുമ്പോൾ ഗുഡ് കൾച്ചർ, ഗുഡ് ഹ്യൂമൻ കൾച്ചർ എന്ന് നമ്മൾ പറയും. അതാണ് സംഭവിക്കുന്നത്. അതുപോലെ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ കുട്ടികളോട് ഇടപെടണം, കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം, അവരെ ചേർത്ത് പിടിക്കണം. എന്തിന്? കുഞ്ഞുങ്ങളുടെ മുഖത്താണ് ദൈവത്തിന്റെ മുഖച്ഛായ നിങ്ങൾ പറയാറുണ്ട്. കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ദൈവത്തെ കാണാം കേട്ടോ. കുഞ്ഞുങ്ങളെല്ലാം മനസ്സിലാക്കണം. കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ദൈവത്തെ കാണാം, ഈശ്വരനെ കാണാം. ഈശ്വരന്റെ രൂപത്തിലാണ് നിങ്ങളുടെ മുഖത്തിന്റെ ഭംഗി നിൽക്കുന്നത് എന്ന് ഞാൻ പറയട്ടെ. അപ്പൊ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം, കുരുന്നുകൾ നിഷ്കളങ്കരാണ്, കാപട്യമില്ല കുഞ്ഞുങ്ങൾക്ക്. കാപട്യമില്ലാത്ത കുഞ്ഞുങ്ങളാണ് ദൈവത്തിന്റെ മഹത്വം നമുക്ക് പറഞ്ഞു തരുന്നത് എന്നാണ്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒത്തിരി നേരമെടുക്കും. ഇപ്പൊ തന്നെ ഏതാണ്ട് ഞാനൊരു 40 മിനിറ്റോളം ആകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഞാനങ്ങ് നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം, ഞാൻ ഉത്തരം പറയാം. എനിക്കൊരു മടിയില്ല, വളരെ സന്തോഷമേ ഉള്ളൂ. അപ്പോ കല എന്ന് പറയുന്നത് മനുഷ്യ സ്നേഹമാണ്. മനസ്സിൽ നന്മയുണ്ടാവുക എന്നുള്ളതാണ് കലാകാരനാവുക എന്ന് പറഞ്ഞാൽ അർത്ഥം. ഒരു കലാസൃഷ്ടി, കഥയായാലും കവിതയായാലും പാട്ടായാലും ചിത്രം ആയാലും നല്ല സംസ്കാരം പ്രസരിപ്പിക്കുന്നതാണ്, മനുഷ്യ നന്മ പ്രസരിപ്പിക്കുന്നതാണ്. അത് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതാണ്. ചെടികൾ നിറയുന്ന, തളിരുകൾ ചൂടി മരങ്ങൾ നിൽക്കുന്ന, പൂക്കൾ മന്ദഹസിക്കുന്ന, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വൃക്ഷം പോലെയാണ് നമ്മുടെ കലകൾ. അത് ആ പൂക്കളാണ്, അതിന്റെ സുഗന്ധമാണ്, ആ കായകളുടെ മധുരമാണ് വാസ്തവത്തിൽ സംസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രകൃതിയെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, ധാരാളം വായിക്കുക, എളിമയോടുകൂടി ലളിതമായി ജീവിക്കുക. ആർഭാടം കാണിച്ച് ഞാനൊന്നും യാതൊരു പ്രസക്തിയില്ല കേട്ടോ. ഒരാർഭാടം കാണിക്കാനും ഇനിയുള്ള കാലം സമ്മതിക്കില്ല, ചെയ്യരുത്. കാരണം ഒട്ടേറെ ആളുകൾ ആഹാരത്തിന് വേണ്ടി യാചിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ COVID-19 പോവും, അല്ലേ? മാറിപ്പോവും തീർച്ചയായിട്ടും. പക്ഷെ അത് സൃഷ്ടിച്ച
സാമ്പത്തികമായ വിഷമതകൾ അവസാനിക്കുന്നതിനെ കാലങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അപ്പൊ എന്താണ്, നമുക്ക് ആർഭാടം കാണിക്കാൻ യാതൊരു അവകാശവുമില്ല. ഒരു ഭക്ഷണ സാധനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു വേസ്റ്റാക്കാൻ, അല്ലെ, വലിച്ചെറിയാൻ നമുക്ക് യാതൊരു അവകാശവും ഇല്ല. മനസ്സിലാക്കണം കുഞ്ഞുങ്ങൾ, മനസ്സിലാക്കണം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക, എളിമയോടുകൂടി ജീവിക്കുക, ലളിതമായിട്ട് ജീവിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, മാനവികത പുലർത്തുക. ഇതാണ് കല, ഇതാണ് കലയിൽ നിന്ന് ഉണരുന്ന സംസ്കാരം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ജീവിത രീതികൾ, സമൂഹത്തിലെ ഇടപെടലുകൾ ഇത്തരം നല്ല മാനസിക തലം സൃഷ്ടിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യണം. അതിന് പറ്റുന്ന നല്ല വിദ്യാഭ്യാസമാണ് നിശ്ചയമായും നമ്മുടെ കേന്ദ്രീയ വിദ്യാലയത്തിൽ നൽകാൻ നമ്മൾ ശ്രമിക്കുന്നത്. വേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്, സാമ്പത്തിക ക്ലാസ്സൊക്കെ ഉണ്ട്, ഞങ്ങളുടെ PMC കൂടുമ്പോൾ പറയാറുണ്ട്. എങ്കിലും അതിന്റെ എല്ലാം ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള നല്ല വിദ്യാഭ്യാസം നൽകാനും നല്ല സ്നേഹം നൽകാനും നമ്മുടെ ഗുരുജനങ്ങൾ ശ്രമിക്കുന്നു, സഹായിക്കുന്നു. നല്ല കുഞ്ഞുങ്ങൾ PMC കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്നു. നിങ്ങൾക്കെല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ കഷ്ടപ്പാടുകളുടെ, പ്രതിസന്ധികളുടെ കാലം ഒഴിഞ്ഞു പോകുമെന്നും നമുക്ക് സുന്ദരമായ ഒരു ഭാവി തീർച്ചയായും വീണ്ടെടുക്കാൻ കഴിയുമെന്നും, അന്ന് പുസ്തകങ്ങളെ സ്നേഹിച്ച് കലാ രീതികൾ അവലംബിച്ച് നല്ല സംസ്കാര ബോധത്തോടുകൂടി ജീവിച്ച് സമൂഹത്തിന് നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നും ഞാൻ വിശ്വസിക്കുന്നു. അതിനവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ വിനയപൂർവ്വം ഞാൻ ഈ സമ്മേളനത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. എന്നെ കേട്ടുകൊണ്ടിരുന്നതിന് എനിക്ക് വളരെ നന്ദിയുണ്ട്. എന്നെ ക്ഷണിച്ചതിന് അതിലേറെ നന്ദി. കാരണം ഞാൻ ഇതിന്റെ ഒരു ഭാഗമാണ്. എന്നിൽ നിന്ന് നിങ്ങൾ തുടങ്ങുന്നു എന്നുള്ളത്. ഇനിയും വലിയ മീറ്റിങ്ങുകൾ ഉണ്ടാവും, നിങ്ങൾ കാത്തിരിക്കണം. അതൊക്കെ ഇതിനേക്കാൾ മികച്ചതായിരിക്കും എന്നും എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാ നന്മകളും ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് എന്റെ സംഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.